വായിക്കുന്നത് സയൂരി. ഒളിമ്പിക്സിനെ വരവേറ്റ് കുരുന്നുകൾ. വാർത്തകൾ വിശദമായി. പാരീസിൽ ലോക കായിക മാമാങ്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ കോറോ ഗ്രാമത്തിൽ മുക്കോത്തരം LP സ്കൂളിൽ അരങ്ങേറിയ ഒളിമ്പിക് സ്പെഷ്യൽ പരിപാടികൾ കൗതുകമുണർത്തി. പ്രധാന അധ്യാപിക ശ്രീമതി KV സാവിത്രി ടീച്ചർ ദീപശിഖ കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MK ജോഷി ദീപശിഖ സ്കൂൾ ലീഡർക്ക് കൈമാറി. സ്കൂൾ ലീഡർ സയൂരി സുഭാഷ് ഏവർക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഈ പരിപാടിയെ കുറിച്ച് കൂടുതൽ അറിയാനായി നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ അൻഷിക പ്രകാശ് അവിടെ എത്തിയിട്ടുണ്ട്. ഹലോ അൻഷിക, കേൾക്കുന്നുണ്ടോ? സയൂരി, കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മുക്കോത്തടം സ്കൂളിലാണ് ഉള്ളത്. പാരീസ് ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിന് നമ്മുടെ മുക്കോത്തടം സ്കൂളിലും സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ പ്രധാന അധ്യാപിക സാവിത്രി ടീച്ചറോട് തന്നെ ചോദിക്കാം. അതെ, 33ാമത് ഒളിമ്പിക്സ് മത്സരം, അതായത് ലോക കായിക മാമാങ്കം എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സ് പാരീസിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇന്നലെ. ഇതോടനുബന്ധിച്ച് ഓരോ സ്കൂളിലും, കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലും സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിക്കണമെന്ന സർക്കാർ ഉത്തരവനുസരിച്ച് നമ്മുടെ സ്കൂളിലും അസംബ്ലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഓരോ 4 വർഷം കൂടുമ്പോൾ സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ആക്കണമെന്ന തീരുമാനമുണ്ട്. അതനുസരിച്ച് ഈ വർഷം നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള നടത്താനിരിക്കുകയാണ്. അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഒളിമ്പിക്സിനെ വരവേറ്റുകൊണ്ടും ഓരോ സ്കൂളിലും സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഇവിടെ അസംബ്ലി ആരംഭിച്ചു. ദീപശിഖ തെളിയിച്ച് ആ ദീപശിഖ പ്രയാണം കുട്ടികൾ നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് കായിക മേളയെക്കുറിച്ചും ഒളിമ്പിക്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ഒരു പ്രത്യേക പരിപാടി തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതാണ് ഒളിമ്പിക്സ് കോർണർ. ഓരോ ദിവസവും സ്കൂളിലെ ബേസിക് ഗ്രൂപ്പായി തിരിഞ്ഞ് ആ ഗ്രൂപ്പിലെ കുട്ടികൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് പതിപ്പിക്കുക. അതുപോലെ തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യപ്പെട്ടി നിക്ഷേപിക്കുക, അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതുക, അതുപോലെ തന്നെ അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നിന്നും ക്യാമറമാൻ സിനാനൊപ്പം റിപ്പോർട്ടർ അൻഷിക പ്രകാശ്. താങ്ക് യു അൻഷിക. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.